വിചാരിക്കുന്ന പോലെയല്ല. തണുപ്പ് കുറവാണ്, പക്ഷേ ഈ കാറ്റടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ 2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പയ്യെ പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം കാണിക്കാൻ വേണ്ടി വിട്ടുപോയി, ഞാനത് കാണിച്ചു തരാം. അതായത് നമ്മുടെ റഷ്യയിലെ റഷ്യൻ രാജ്യത്തിൻ്റെ സെൻട്രൽ ഭാഗം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഹിസ്റ്റോറിക്കൽ മ്യൂസിയം കേട്ടോ. ഞങ്ങളങ്ങനെ പയ്യെ പയ്യെ പുറത്തേട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2 കമ്പനിക്കാർ വന്നിട്ടുണ്ടാകും. അവന്മാർ ഇവിടെ പുറത്തുണ്ട്, കാണാമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് പുറത്ത്. അത് നിങ്ങളൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. പയ്യെ ഞങ്ങൾ പുറത്തേട്ട് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ റഷ്യയുടെ സെൻറ്റർ ഇതാണ് കേട്ടോ. ഇതാണ് റഷ്യയുടെ സെൻറ്റർ. അവിടെ ഒരുപാട് പേര് കോയിനും കാര്യങ്ങളും വെക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർ കോയിനും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. റഷ്യയുടെ സെൻറ്റർ ഭാഗമാണിത്. നിങ്ങൾ കാണിക്കുന്നത് നല്ല രീതിയിൽ കാറ്റുണ്ട്. ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ കാറ്റ് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കണ്ടോ, റഷ്യൻ ഫോഴ്സ് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് റഷ്യൻ പട്ടാളം. ആരാന്നോ വന്നു സന്തോഷം. ഇതാണ് കൃപദേവ്. ഇതാണ് നമ്മുടെ എല്ലമല്ലമായ ഷേരും. ഇത് രാജുവേട്ടൻ. ഇത് കൃപദേവ് എൻ്റെ കൂടെ പഠിച്ചതാണ്. കൃപദേവ് ഇവൻ ഇവിടെ വന്നിട്ട് 5 മാസമായി. കഴിഞ്ഞ ഒക്ടോബറിൽ ഇവിടെ എത്തിയിരുന്നു. പിന്നെ വേറെ കാര്യം, നമ്മളിപ്പോൾ മെട്രോയിലോട്ട് പോകണോട്ടാണ്. അല്ല, അണ്ടർഗ്രൗണ്ടാണ്. അണ്ടർഗ്രൗണ്ട് വന്നിട്ട് ശരിയാവും. അങ്ങനെ ഞങ്ങൾ പയ്യെ മെട്രോ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെട്രോയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മെട്രോയിൽ കയറുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ഒരു സ്ഥലത്ത് ലെഫ്റ്റ് സൈഡ് നമ്മൾ റൈറ്റ് സൈഡ് കീപ്പ് ചെയ്ത് നിൽക്കുക. ലെഫ്റ്റ് സൈഡ് വേഗത്തിൽ ഇറങ്ങിപ്പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രിയാണ്. നമ്മളിപ്പോൾ മെട്രോയിൽ കയറുമ്പോൾ നമ്മളിത് ഈ റൈറ്റ് സൈഡ് കവർ ചെയ്ത് നിൽക്കുക. ലെഫ്റ്റ് സൈഡിൽ കൂടെ അതേ ഒരാൾ പോകണമുണ്ടോ സ്പീഡിൽ. അങ്ങനെ പോകാനുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ സൈഡ്. രണ്ടാം ലോകമഹായുദ്ധം ജയിച്ചിവിടെ കാണിച്ചു. ഇത് വിക്ടറി ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് മോസ്കോയിലുള്ള വിക്ടറി പാർക്കിലോട്ടാണ്. ഒരുപാട്
പ്രത്യേകതകളുള്ള ഒരു പാർക്കാണ് ഇവിടുത്തെ. ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഏകദേശം ഈ വിക്ടറി പാർക്ക് ഫൗണ്ട് ചെയ്തേക്കുന്നത് 1995 ഈ വിക്ടറി പാർക്ക് തുടങ്ങിയത്. നമ്മുടെ കമ്പനിക്കാരൊക്കെ അതേ പുറകിൽ തന്നെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ആ വിക്ടറി പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഭയങ്കര തിരക്ക് കുറവാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ 2ാം ലോക മഹായുദ്ധത്തിൽ വിക്ടറി ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പോൾ നേരെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 9-ാം തീയതിയാണ് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ നടക്കണം. കാരണം ലോകമഹായുദ്ധത്തിൽ ജയിച്ചത് മെയ് 9 അപ്പോൾ ആ ഒരു ടൈമിലാണെങ്കിൽ തന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അതായത് ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഫുൾ ആൾക്കാരും ഭയങ്കര ആഘോഷങ്ങളായിരിക്കും ഇവിടെ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പാർക്കിലോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിത് പയ്യെ ഉള്ളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല ഹൈറ്റ് ഉണ്ട്. ആ വെച്ചേക്കുന്ന മേളിലോട്ട് കാണിച്ചേക്കുന്ന അതിന് നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കമ്പനിക്കാർ വന്നിട്ടുണ്ട്. ഇവന്മാർ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 5 മാസത്തിന് മേളിലായിട്ടുണ്ട്. ഒരു സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ബാക്കി അതിനുള്ളിലോട്ട് പോയിട്ട് ബാക്കി സംസാരിക്കാം. പിന്നെ ഈ ചർച്ചിലാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഫോൺ കയറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. ഞങ്ങളത് പയ്യെ അതിൻ്റെ അടുത്തിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊപ്പിയില്ല. ഞാൻ ഇന്നലത്തെ ഒരു ക്ലൈമറ്റ് പ്രതീക്ഷിച്ച് ഇറങ്ങിയതാണ്. പണി കിട്ടിയില്ലേ? ഇന്നലെ നല്ലതായിരുന്നു. ഇന്നലെ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും കൂടി വേണ്ടി ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, യുദ്ധത്തിന് വേണ്ടി മരിച്ച ആൾക്കാർക്ക് വേണ്ടി പരേഡ് നടത്തുവാണേ. മ്യൂസിയം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മ്യൂസിയം, വിക്ടറി പാർക്കിൻ്റെ മ്യൂസിയം. ഞങ്ങൾ പയ്യെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വരാൻ നേരത്തെ ഇവിടെ ഒരു പയ്യെ ചെറിയ ടാങ്കറൊക്കെ കാണാൻ പറ്റും അല്ലേ? ടാങ്കർ നമുക്ക് ആ അങ്കിളിനോട് ഒന്ന് ചോദിക്കാം. അങ്കിളേ എന്താ ഇതാ? ഓ,
ഇതാട്ടോ ഇവിടുത്തെ മ്യൂസിയം. അതായത് ഈ മ്യൂസിയം നിലവിൽ വന്ന വർഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 1941 ഈ മ്യൂസിയം നിലവിൽ വന്നത് വർഷം. അപ്പോൾ ഏകദേശം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മറ്റേ മോസ്കോ സിറ്റി കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ പയ്യെ വൈൻഡപ്പ് ചെയ്യുവാണ്. കാരണം ഇവിടെ ഈ ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് മര്യാദക്ക് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് അടുത്ത എപ്പിസോഡിലൊക്കെ കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് ഈ വീഡിയോ ഇടാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.